വീഡിയോ എടുത്ത് ഉഷാറ് കിട്ടാൻ വേണ്ടിട്ട് ചെറിയ ആയം തന്നെ തന്നതാ. പന്തലിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇവിടെ നിങ്ങളുടെ എല്ലാ കല്യാണങ്ങളും ഇവിടെ ആയിരിക്കും. അതെ, പലതരത്തിലുള്ള മസാല ദോശ കണ്ടിട്ടുണ്ടാവും. പക്ഷെ മധുരക്കിഴങ്ങും മത്തങ്ങ ഉപയോഗിച്ചിട്ടുള്ള എല്ലാത്തിലും ഉണ്ട് ഈശ്വരത് ഗംഭീര വെറൈറ്റി ആണല്ലോ. സാമ്പാറിൽ ഞങ്ങൾ ഇടാറുണ്ട്. ഓംലെറ്റിന്റെ ഒരു ഗതികേട്. ചെറിയൊരു ഹോട്ടൽ തുടങ്ങി കൂടെ. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുമ്പോ ബീട്രൂട്ട് അങ്ങനെ അലിഞ്ഞു പൊക്കോളും. കൂട്ടാൻ നല്ല കളർ കിട്ടുകയും ചെയ്യും. വെള്ള മസാല ദോശയില് ഇടുന്നത് ചുമപ്പ് കറിയാണ് കേട്ടാ. ശരിക്കും പൂക്കളായി ശംഖുപുഷ്പത്തിന്റെ ഇതള് ദേവിക്കണം. നോക്കിയേ എന്തെല്ലാം സാധനങ്ങളാണെന്ന് നോക്കൂ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചെറിയേട്ടാ. ചെറിയേട്ടന്റെ കണ്ടുപിടുത്ത അടിപൊളി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. സമയം കാലത്ത് 7:30. ഞങ്ങൾ ചെറിയാറിൻ്റെ വീട്ടിലേക്ക് പോവാണ്. കുറേ നാളുകൾക്ക് ശേഷം. കുറേ നാളുകൾക്ക് ശേഷം എന്നല്ല, ഞങ്ങള് മിക്ക ദിവസവും പോകാറുണ്ട്. അല്ല, പോണത് എല്ലാ ദിവസവും പോകുന്നുണ്ട്. പക്ഷെ അതല്ല, നമ്മള് ചെറിയേട്ടൻ്റെ ഒപ്പം വീഡിയോ എടുത്തിട്ട് കുറേ നാളായി. ചെറിയേട്ടൻ നമ്മുടെ വീഡിയോകളിൽ ഇങ്ങനെ ഒരു മിന്നായം പോലെയൊക്കെ വന്ന് പോകാറുണ്ട്. പക്ഷെ ചെറിയേട്ടൻ സ്പെഷ്യൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ട് കുറേ നാളായി. അപ്പം ചെറിയേട്ടനും അതിൽ ചെറിയേട്ടൻ്റെ ഒരു വീഡിയോ വന്നിട്ട് കുറേ നാളായി. പിന്നെ കമൻസും വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെറിയേട്ടനും വായിക്കണതാ. അപ്പോൾ ചെറിയേട്ടന് മധുരക്കിഴങ്ങിൻ്റെ ഒരു ഫ്രൈ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എടുക്കാമെന്ന്. മധുരക്കിഴങ്ങാണെങ്കിൽ ഇവിടെ ഉണ്ടായിട്ടില്ലേ, കുറേ പടർത്തി വിട്ടിട്ടുണ്ട്. പറമ്പിൽ കുറേ ഉണ്ട്. അപ്പോൾ അതല്ല, വേറെ ഒരു സാധനമാണ്. നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി കാലത്ത് തന്നെ. 7 മണിക്ക് വരാമെന്ന് ഞങ്ങൾ പറയാം. 2 മണിന് പോണു. അപ്പോൾ 7 മണിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചെറിയേട്ടൻ തന്നെ പറഞ്ഞു 7 മണിന്ന് പറഞ്ഞാൽ നിങ്ങളെത്തുമ്പോൾ 8 മണിയാവുന്നു. അതുപോലെ തന്നെ 8 മണിയാവാറായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഞായറാഴ്ചയാണ് കേട്ടോ. അല്ലൻ ചേട്ടൻ ഇന്നില്ല. അല്ലൻ ചേട്ടൻ ഇന്ന് ഞായറാഴ്ച ആയാലും വണ്ടി വേഗം വെച്ചിട്ടുണ്ട്. അപ്പം അല്ലൻ ചേട്ടൻ പണിയുണ്ട്. അപ്പം അല്ലൻ ചേട്ടൻ പോയി പുലർച്ചയ്ക്ക് പോയി. അപ്പോൾ നമ്മൾ മഴയുണ്ട്, കാലാവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ ചേരണ്ട ഈ ഫ്രണ്ടില് നമുക്കറിയില്ലേട്ടാ, ഈ കാറ് അങ്ങോട്ട് നീക്കിട്ടാൽ മതി. നമുക്കറിയില്ല എവിടെ നിന്നിട്ടാണ് ചെയ്യാൻ പോണെന്ന്. നമുക്ക് ചെറിയ കാലാവസ്ഥ വ്യതിയാനം നമുക്ക് നോക്കാം. അതെ, ഇവിടെയൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയില്ലേ, പുല്ല് വെച്ചിട്ട് സരിത നോക്കിയേ, നല്ല ഭംഗിയില്ലേ കേടാ. നല്ല രസമല്ലേ പുല്ല് വെച്ചിട്ട്. അല്ലേട്ടൻ ഇവിടുത്തെ കൈതിയൊക്കെ പൈനാപ്പിളിൻ്റെ കംപ്ലീറ്റ് പറിച്ച് കളഞ്ഞിട്ട് ഇവിടെ പുല്ല് വെച്ചു. പിന്നെ സഞ്ജുവിൻ്റെ കല്യാണം ജനുവരിയിൽ വരുമ്പോഴത്തേക്കും ഇവിടെയും കൂടി ഭംഗിയാവണം. അല്ലെങ്കിൽ ഇവിടെ മാത്രം ഒരു കാട് പിടിച്ച പോലെയായിരുന്നു. നമ്മൾ ചെറിയേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടാ ചെയ്യാൻ പോണേ. കാർ ഇവിടെ കിടന്നോടന്ന് അങ്ങോട്ട് നീക്കിട്ടു. നമ്മളിവിടെ ഒരു മണ്ഡപം, നല്ലൊരു മണ്ഡപം ചെറിയേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കസാര ഇട്ടിട്ട് ഇവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ചെയ്യാം, അവിടെ ഇരുന്നിട്ട് ചെയ്യാം. മഴയുടെ ഒരു ഏത് നിമിഷം വേണമെങ്കിൽ മഴ പെയ്യും. അത് കാരണം ഞങ്ങൾ എവിടെ ചെയ്യണ്ടേന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ നടക്കുന്നത്. അവിടെ ഇരിക്കുമ്പോഴേക്കും മഴ തുടങ്ങൂല്ലേ. അപ്പോൾ ഇവിടെ ചെയ്യാല്ലേ, അപ്പോൾ ഇവിടെ ചെയ്യാം. ശരിയാ, നമ്മൾ വിചാരിച്ച പോലെ തന്നെ മഴ ശക്തമായി തുടങ്ങി. ഷീറ്റ് മില്ലിക്കൊക്കെ വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കാം. ഇവിടെ കേൾക്കില്ല കേട്ടാ, ഇതങ്ങനത്തെ അല്ല. ഈ ഷീറ്റ് മില്ലിക്ക് വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കും ഈ മണ്ഡപത്തിൻ്റെ. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാതും ചെറിയ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഇത് ആയി വരുമ്പോൾ എന്തിട്ടാവും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം ചെറിയേട്ടൻ ദേ വരാണ്. ചേച്ചിയും ചെയ്യില്ലേ? ചേച്ചിയും ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം വീഡിയോ എടുത്ത് ഉഷാറ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയേട്ട ആയം തന്നെ തന്നതാ. ജഗ്ഗും നിതിനും നേരത്തെ കുടിച്ചു കേട്ടാ. സജീവിന്റെ മിയാവാക്കിയണ്ട മഴയില് കുളിച്ചു നിൽക്കണം. ചെറിയേട്ടന്റെ വീടിന്റെ നേരെ മുന്നിലാണ് സജീവിന്റെ മിയാവാക്കി. നല്ല മഴയായി, നല്ല മഴയായി. പുറത്ത് സാറല്ലേ, എപ്പോഴും നമ്മൾ പുറത്തല്ല ചെയ്യാം. ഇവിടെ ഇപ്പൊ ചെറിയേട്ടൻ ഇങ്ങനെ ആക്കിയ കാരണം സുഖമായി. ഇനിയിപ്പോ കല്യാണങ്ങളൊക്കെ നടത്താൻ നമുക്ക് ഇനി പന്തലിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇവിടെ നിന്നുള്ള എല്ലാ കല്യാണങ്ങളും ഇവിടെ ആയിരിക്കും. ഹാളിലേക്കും പോണ്ട. ഹാളിലേക്ക് അല്ലെങ്കിലും പോയില്ല. നമ്മളിവിടെ ഇത്രയും സ്ഥലമുള്ളപ്പോ ഹാളിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ മൊത്തത്തിൽ വലിയ പന്തലിടാ ചെയ്യാറ്. ഇനി അതിന്റെ ആവശ്യമില്ല. പല വർണ്ണങ്ങളിലുള്ള കസാര ഇട്ടിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ സാധനം എന്തിട്ടാന്ന് പറഞ്ഞിട്ടില്ലേ, അത് പറയാതെ. മസാല ദോശ. അതെ, ചെറിയേട്ടന്റെ സ്ഥിരം ഡയലോഗ് വന്നു. ഇത് മധുരക്കിഴങ്ങാണ്, ഇത് മത്തങ്ങ.
പിന്നെ കുറേ നമ്മള് പലതരത്തിലുള്ള മസാല ദോശ കണ്ടിട്ടുണ്ടാവും. പക്ഷെ മധുരക്കിഴങ്ങും മത്തങ്ങ ഉപയോഗിച്ചിട്ടുള്ള എല്ലാത്തിലും ഉണ്ട് ഉരുളക്കിഴങ്ങ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പൊ മധുരക്കിഴങ്ങും മത്തങ്ങ ഉപയോഗിച്ചുള്ള മസാല ദോശയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ആദ്യം ഇത് രണ്ടും വേവിക്കണം. ഇടാം, പക്ഷെ നമ്മൾ ഇടില്ലേ. ഇടാറില്ലല്ലോ, നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇടാറില്ല, ഇവരുണ്ടാക്കുമ്പോൾ ഇടാറില്ലേ. അപ്പൊ ഇതാദ്യം നമുക്ക് വേവിക്കണം കേട്ടാ. കുറച്ച് വെള്ളം. ഇനി ഇതിൽ ഉപ്പ് മഞ്ഞപ്പൊടിക്ക് ഇടോ ചേച്ചിയെ? ഉപ്പ് മഞ്ഞപ്പൊടി ഉപ്പിടുന്നു കേട്ടാ. പിങ്ക് സോൾട്ടാണ് ഇവിടെ ഉപയോഗിക്കുക, അതിട്ടു. പിന്നെ മഞ്ഞപ്പൊടി ഇടോ? ഇല്ല, മഞ്ഞൾപ്പൊടി ഇടുന്നില്ല, വെറുതെ ഒന്ന് ഇളക്കി. ഞാനുണ്ടാ അതിന്റെ പിന്നിൽ നിന്ന് സപ്പോർട്ടിങ് ആണ്. ഞാൻ ഷെഫ് പിള്ളിന് അവൻ ഉണ്ടാക്കണ്ടില്ല അവന്റെ ഹോട്ടലില്, ഞാൻ സംവിധാനമുള്ളോ. ഓഹോ, അങ്ങനെ വലിയ വലിയ ഷെഫുമാരൊക്കെ അങ്ങനെയല്ലേ, മേൽനോട്ടം മാത്രം ഉണ്ടാവുള്ളൂ. അതുപോലെ ചെറിയേട്ടൻ ഇവിടെ മേൽനോട്ടമുള്ളൂ. ചെറിയേട്ടൻ പറഞ്ഞു കൊടുക്കും, ചേച്ചിയൊക്കെ ചെയ്യും. ഇതിന്റെ സാധനങ്ങളൊക്കെ നമ്മുടെ പരിപാടി. മസാല ദോശ, ഉരുളക്കിഴങ്ങും മസാല ദോശ. അപ്പൊ ഈ മത്തങ്ങയും മധുരക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കാന്നുള്ളത് ആദ്യമായിട്ട് തോന്നി ചെറിയേട്ടനാ? അത് ചേച്ചി എല്ലാ സാധനത്തിലും ഇങ്ങനത്തെ ഉണ്ടാവും. അതല്ലേ, ഇന്ന സാധനം ഒന്നുമില്ല. ഇനി വേവട്ടെ. വേണ്ട, ഞാനും എണീക്കും. നിങ്ങൾ പാചകകാരികൾ അവിടെ നിന്നിരിക്കുക. 2-3 വിസിലടിക്കട്ടെ കേട്ടാ. ഉടക്കാനുള്ള കാരണേ 2-3 വിസിലടിപ്പിക്കുന്നുണ്ട്. 3 വിസിലായിട്ടാ. ഗ്യാസ് ഓഫ് ചെയ്യണ്ടേ? അപ്പൊ നമ്മളിത് ഇറക്കാൻ പോവാണ്. പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയണത്. അപ്പൊ അതിലേക്ക് ഉള്ള സാധനങ്ങൾ എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ, ഇവര് എന്തൊക്കെയാ ചെയ്യാൻ പോണേന്ന്. മേൽനോട്ടക്കാരൻ പോവല്ലേ, വാ. വെളിച്ചെണ്ണ എടുക്കാൻ പോയതാ. വെളിച്ചെണ്ണ എടുക്കാൻ പോയതാ. അതെ, എന്തായാലും മോശമാവില്ല എന്ന് ഉറപ്പാ. ചെറുതായിട്ട് ഇതുവരെ ചെയ്തിട്ടുള്ള സാധനങ്ങളൊന്നും മോശമായിട്ടില്ല. എല്ലാ ദിവസവും ഇവരുടെ ഫുഡ് എന്ന് പറയണതേ ഒക്കെ ഭയങ്കര പ്രത്യേകതകളുള്ള ഭക്ഷണങ്ങളായിരിക്കും. അപ്പോൾ അത് എന്നിട്ട് ചെറുതായിട്ട് എല്ലാ ദിവസവും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഉണ്ട് ചെറുതായിട്ടേ. അതന്നെ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചുമന്നുള്ളി അങ്ങനെ തന്നെ ഒന്ന് വെറുതെ മൂപ്പിക്കുന്നു. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അതെ, ഞങ്ങളിവിടെ സ്ഥിരം ഉണ്ടാക്കുന്നത്. അങ്ങനെ കൊണ്ട് പറഞ്ഞോ ചേട്ടാ? ചേട്ടാ എല്ലാത്തിലും പറയണതാ. മാറി മാറി ഉണ്ടാക്കും. അത് പച്ച കളറാവാം, ചിലപ്പോ ഇതാവാം, ചിലപ്പോ ചുവപ്പാവാം. അങ്ങനെ പലതരം കളറ് മാറും, കളറുകൾ മാറും. ടേസ്റ്റ് ഒക്കെ സെയിം ആവൂലേ? ടേസ്റ്റ് മാറും. മത്തങ്ങയുടെ ടേസ്റ്റ് വേറെ ഇല്ലേ? പിന്നെ ഇവിടെ മത്തങ്ങ ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്. ആവി കയറ്റിയിട്ടുള്ള മത്തങ്ങയാണ് കേട്ടത്. ആവി കയറ്റിയിട്ടുള്ളതാണ്. പുട്ടുംകുമ്പത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ടുള്ള മത്തങ്ങയാണിത്. പിന്നെ തക്കാളി, പച്ച തക്കാളി അതിരിക്കിടൂ. ഈശ്വരത് ഗംഭീര വെറൈറ്റി ആണല്ലോ. ഞായറാഴ്ച അമ്പലത്തിലൊക്കെ പോയി ഇന്നത്തെ നമ്മുടെ ഷൂട്ടിംഗ് കാരണം ചെറിയേട്ടൻ്റെ അമ്പലത്തെ പോക്ക് മുടങ്ങിയില്ല. നിങ്ങളുടെ നടക്കുന്നതെല്ലാം പോവാറ്? അത് തിരുവണിക്കാവില്ല. ചിലപ്പോ എന്നും പോലൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ വെയിലൊക്കെ ഞാൻ പറമ്പേ. പിന്നെ നമ്മൾ ഇതിൽ എന്തിട്ടിടാൻ പോണ ചേച്ചിയെ? മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി, അത് എരിവുണ്ടാവില്ല. മുളക് പൊടി ഇട്ടു. മസാല ദോശ തന്നെ ഞാൻ വാഴല മുറിച്ച് കൊണ്ടു. വലിയ വാഴല, പല കളറുള്ള മസാല ദോശ കേട്ടാ. പിന്നോടൊരു മിന്നായം പോലെ ഞാൻ പോയി വാഴലയും കൊണ്ട്. ഉപ്പ് ലേശം കുറവാണ് കേട്ടോ. അപ്പം ഇത്തിരി കൂടി ഉപ്പിടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത് നമ്മൾ ഇറക്കുകയാണ്. ഇനി അടുത്ത പാത്രം വയ്ക്കാൻ പോകണു. ഇനി എന്തിട്ട് ചെയ്യാൻ പോണേ? അപ്പോൾ ഇനി എന്തിട്ട് ചെയ്യാൻ പോകണം? ഇനി മസാലക്കറി നമ്മൾ 3 വിസിലടിച്ച് വെച്ച ഉരുളക്കിഴങ്ങല്ല, മധുരക്കിഴങ്ങും മത്തങ്ങ അത് നന്നായിട്ട് ഉടയ്ക്കുക. ഈ മത്തങ്ങ നമ്മുടെ അവിടെയാണ് ഇത് ഉപയോഗം അധികം ആൾക്കാർ ഇഷ്ടമില്ലാത്തത്. പുറത്തൊക്കെ ഇത് ചെറിയ ഒരുവിധം എല്ലാ കൂട്ടാലും മത്തങ്ങ ഇടും അല്ലേ? സാമ്പാറിലും എല്ലാത്തിലും. സാമ്പാറിൽ ഞങ്ങൾ ഇടാറുണ്ട്. ഓംലെറ്റ് ഒക്കെ മത്തങ്ങ ഞങ്ങളുടെ. ഓംലെറ്റിന്റെ ഒരു ഗതികേട്. പിന്നെ മുട്ട റോസ്റ്റ് ഒക്കെ മത്തങ്ങിന്. അതെ, ഓംലെറ്റിൽ ഇടാറില്ലല്ലോ. അല്ല, ഓംലെറ്റ് തെറ്റിയില്ല. മത്തങ്ങ ഈ മുട്ട റോസ്റ്റ്.
തീ ഇത്തിരി കൂട്ടണ ചേച്ചിയെ. ഈ പുറത്തൊക്കെ നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല. നമ്മളവിടെ നടക്കും ഒരു മത്തങ്ങ ഉത്സവമൊക്കെ കാരണം എല്ലാ ആൾക്കാരും കാണാൻ പോകും. യൂറോപ്പിലൂടെയൊക്കെ ഭയങ്കര അത് ഒരു ഉത്സവമാണ്. അത് എന്നുവെച്ചാൽ അവർ ഏറ്റവും ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ അതൊക്കെ മത്തങ്ങേനെ ഓരോ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെയല്ലേ. എത്ര വലുപ്പൊക്കെ ഉണ്ടാവും. വലിയ ഓരോ ടെമ്പയിലൊക്കെ കൊണ്ടുവരും. അതിലടി ഇഞ്ചി പച്ചമുളക് ഇട്ടു, വേപ്പില ഇടുന്നു. കിടുകിടുന്ന കാര്യങ്ങൾ സാധാരണ ഉഴുന്നും പരിപ്പിട്ടു. തന്നെ കടുകാണല്ലോ പൊട്ടിക്കുക മസാലക്കറിയില്. ഇല്ലേ, നിങ്ങൾക്ക് കടുക് ഇഷ്ടമില്ലേ? എൻ്റെ പോലെ കടുകില്ലാത്ത മസാലക്കറി. കടുക് അടിച്ച ഛർദിക്കാൻ വരും. അത് ഇടണമെന്നാണല്ലോ പരമ്പരാഗതമായിട്ട്. അത് ഇട്ടല്ലേ തീരൂ. അത് കാരണം ഒരു ലേശം മസാല ദോശയിൽ മസാല കറിയിലിടുമല്ലോ. ഇല്ലേ, എല്ലാവരും ഇടും. കടുക് പൊട്ടിക്കുവായി തന്നെ നമുക്ക് തിന്നാറല്ലോ. അത് കാരണം ഇലകളെ കൊണ്ടുവരുന്ന നമ്മുടെ പണിയാട്ടോ. ഞാൻ പലതരം ഇലകളുണ്ട്. ചേച്ചി ഓരോ ചെയ്യണം. എൻ്റെ ഇടയിൽ ഓരോ സാധനങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരില്ലേ എനിക്ക്. ഇലകളാണ് എൻ്റെ ഇടയ്ക്ക്. മഴ കാരണങ്ങൾ പുറത്തേക്ക് പോയത്. അല്ലെങ്കിൽ ഞാൻ അതിൽ പോയിട്ട് കുറെ കൊണ്ടിട്ടേനോ ഓരോന്നല്ലേ. സാമ്പാർ ചീരിക്കും അധികമല്ലാട്ടാ, കളർഫുൾ ആണ്. ഇടാം കയ്യോണ്ട് ചേച്ചി ഇടാറ് എപ്പോഴും. വേറെ ഒന്നുമല്ല, നമ്മളവിടെ എന്നും ഒരേ തരം ഭക്ഷണം കഴിഞ്ഞാൽ അത് കഞ്ഞിയാഞ്ചിങ്ങ എന്നൊരു പേര്. അല്ലെങ്കിൽ ഒക്കെ ഒരേപോലില്ല. 3 നേരം ചോറ്, 3 നേരം അല്ലെങ്കിൽ ചപ്പാത്തി ചപ്പാത്തി, ഒന്നുമില്ല മീൻ കൂട്ടാൻ വെച്ചു, അല്ലെങ്കിൽ ഇറച്ചി വെച്ചു, അല്ലെങ്കിൽ സാമ്പാർ, അങ്ങനെ എന്തെങ്കിലും കൂട്ടാൻ. വേറെ വേറെ തരങ്ങൾ. ചെറിയൊരു ഹോട്ടൽ തുടങ്ങി കൂടെ. ഇനി ജീവിതത്തിലൊരു പണിയില്ല, നടക്കാണ് പണി. വയസ്സായി 61, 61.5, ഇനിയിപ്പോൾ അടുത്ത ജൂണിലേക്ക് 62 വയസ്സായി. ഇത് വാടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ചെറുതായിട്ട് വാടിയിട്ടുള്ളൂ. ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു. ഇങ്ങനത്തെ കൂട്ടുകളുടെയൊക്കെ വലിയ പണിയിട്ടുണ്ട്. നമ്മുടെ ഈ അലങ്കോലപ്പണികളില്ലേ, പണിക്കണ്ട, അങ്ങനത്തെയാണ് നമ്മുടേതായിട്ടുള്ള സാധനങ്ങൾ. ഇതൊക്കെ നമ്മുടേതായ ഇതാവും. എന്നിട്ടാ അപ്പോൾ വേവിച്ച് ഉടച്ച് വെച്ച മധുരക്കിഴങ്ങും മത്തങ്ങ കിട്ടും എനിക്ക്. അങ്ങനെ ചെറുകേട്ടൻ സ്പെഷ്യൽ മസാലക്കറി റെഡി. ഇനി അതിലേക്ക് ഒരു ലേശം ഗരം മസാലപ്പൊടി. ഇതിന്ന് പകുതി എടുത്തിട്ട് ചെറിയ കുറച്ച് വേറെ ദോശ ഞങ്ങൾ വേറെ ചോപ്പ് ചെയ്യാൻ ഇടാറ് കറി. എല്ലാത്തിലും ബീട്രൂട്ട് ഇടും. അതുപോലെ ഞങ്ങളുടെ ഇറച്ചിയിൽ പോലും ബീട്രൂട്ട് ഇടും. നല്ല ആ കളറ്, ചോപ്പ കളറ്. അപ്പൊ മത്തങ്ങ ഇടുന്ന പോലെ തന്നെ ചെറുകേട്ടൻ എല്ലാത്തിലും ഇടുന്ന ഒരു സാധനമാണ് ബീട്രൂട്ട്. ഇറച്ചിയിലൊക്കെ കേട്ടോ ആ കളറിന് മതി. ഇത് ഇറക്കാം. അല്ല ഞാൻ ഇത് കുറച്ച് മാറ്റി എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കണ്ടില്ലേ, ചെറുകേട്ടൻ ബീട്രൂട്ട് എല്ലാത്തിലും ഇടും. അപ്പൊ ഇങ്ങനെ ചെരുക്കിയിട്ടാണ് ഇടുക. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുമ്പോൾ ബീട്രൂട്ട് അങ്ങോട്ട് അലിഞ്ഞു പൊക്കോളും. കൂട്ടാൻ നല്ല കളർ കിട്ടുകയും ചെയ്യും. ഒരു കൂട്ടാൻ കൊണ്ട് തന്നെ 2 തരം ഉണ്ടാക്കി. ചെറുതായിട്ട് ആവി കയറ്റിയിട്ടുള്ള സ്വീറ്റ് കോൺ ഇടുന്നു. അതിന് മിക്സിയിൽ അരച്ചിട്ട് കൊണ്ടുവരണം. നേരത്തെ വാട്ടി വെച്ചില്ല, ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേച്ചി ഇത് അരയ്ക്കാൻ കൊണ്ടുപോയി അകത്തേക്ക് കേട്ടോ. അതിന് ആവശ്യമുണ്ടാവും. ഇനി ഇത് ആവശ്യമില്ല ചേട്ടാ. അതിലേക്കും ഇത് ആവശ്യമുള്ളതാ. 3 കളർ ദോശയാണ്. ദോശമാവ് സെയിം കളറിന് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. അതെ, വെള്ള, പച്ച, പിന്നെ ഈ ഒരു കളറ്. ഇതില് ബീട്രൂട്ട് അരച്ച് ചേർത്തു അല്ലേ. ഈ പച്ചയിൽ എന്നിട്ട് ചേർത്താണ് സാമ്പാർ ചീര, സാമ്പാർ ചീരും പിന്നെ വേറൊക്കെ ഏതൊക്കെ ഇലകൾ അരച്ചു. സാമ്പാർ ചീര അരച്ച് ചേർത്ത ഇലയാണിത്. ഇപ്പൊ വർഷക്കാലം ആയതുകൊണ്ട് വേറെ ചീരകള് അധികം ഇല്ല പറമ്പിൽ, അല്ലെങ്കിൽ അതൊക്കെ ചേർത്താനല്ലേ. ആ സമയത്ത് കിട്ടിയാലേ ഏതൊക്കെയാ അതൊക്കെ ചേർത്ത് അരച്ച് ചേർക്കും. അതൊരു
അപ്പം അങ്ങനെ 3 കളർ മാവ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി ദോശ ഉണ്ടാക്കാൻ പോവാം. പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ആദ്യം പച്ച കളർ. ചെറുട്ടൻ്റെ നെയ്യ് കൊണ്ടുള്ള ഡെക്കറേഷൻ തുടങ്ങാണ്. ഈ അടുപ്പിന് നടുവിക്കില് ചൂട് കൂടുതലാണ്. കളറ് മാറി അല്ല കളറ് പോണത് കരിഞ്ഞപ്പോഴേ പച്ച കളറും പോരുത് അല്ലേ. പരക്കല് കുറച്ചുകൂടി വേഗം ഇത് കട്ടി കൂടി പോയി. കുറച്ചും കൂടി നല്ല ഇതിൽ പരത്താറുണ്ട് ചേച്ചി. ഈ അടുപ്പേ എന്താ പറയാ, തീ ഒന്നുകിൽ ഭയങ്കര കൂടുതൽ അല്ലെങ്കിൽ കുറവ്, അതാ പ്രശ്നം. എന്ത് സിമ്പിളായിട്ടാ ചെറുട്ടൻ അടുപ്പ് ദോശക്കല്ലുമ്മ എടുക്കണ സാധനം മറച്ചു നോക്കണേ ആയിണ്ടോന്ന്. മസാല ഞാൻ ഇത്തിരി ഇരിക്കട്ടെ. പച്ച ദോശ കഴിക്കുമ്പോൾ പച്ച കസേരയിൽ ഇരിക്കണം. വീണ്ടും മറിച്ചിട്ടു. എന്നിട്ട് ചെയ്യാൻ പോണേ മസാല ഇടാൻ പോവാണോ? ബീട്രൂട്ട് ഇടാത്ത മസാല. വരും ആദ്യത്തെ കരിഞ്ഞു പോയി. കരിഞ്ഞ മസാല ഇട്ടാണ് കുഴപ്പം. തീരെ പിങ്ക് വലിയ കുഴപ്പമില്ല. സെൻറ്ററിൽ ചൂട് കൂടുതൽ അതാണ്. ചമ്മന്തിൻ്റെ സാമ്പാറൊക്കെ ഇട്ട് സാമ്പാർ ഉണ്ടാക്കി കഴിയുമ്പോൾ ഞങ്ങളൊരു കല സാമ്പാർ ഉണ്ടാക്കി കഴിക്കും. അതന്നെ ചെറുട്ടന് അതിലൊരു സന്തോഷം കണ്ടെത്തുന്നു. വർഷങ്ങളായിട്ട് ദോശ ഉണ്ടാക്കും. അല്ല ഇവള് ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ തരുന്നത് കാണിക്കുന്നു. ചേച്ചിനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ. ഞങ്ങളുടെ പണി പാളി. അത് കുഴപ്പമില്ല. ചേച്ചി പറയാ ക്യാമറ ഓഫ് ആക്കി കഴിഞ്ഞിട്ട് അടിപൊളി ദോശ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തരാന്ന്. ഇപ്പൊ ചേച്ചിക്ക് പച്ചക്കറി അല്ല സാധാ കറി ഒരു പിടുത്തുണ്ട്, ഒരു പിടുത്തം. കളറുള്ളതല്ലാട്ടാ ചേച്ചിയുടെ ഡ്രസ്സിന്റെ കളറുള്ള ദോശ. ഐ അതവിടെ കിടക്കട്ടെ ചെറിയേട്ടാ. അയ്യോ അനിയന്റെ ചേട്ടൻ തന്നെ. ജഗ്ഗുവിന് അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യേണ്ട സമയത്തേക്ക് 100 വിളി വിളിക്കണം. ഇപ്പൊ ജഗ്ഗുവിന് ടേസ്റ്റ് ചെയ്യാൻ മുട്ടിയിട്ടാ നിക്കണേ. നമുക്ക് സാധാ പോലെ വേഗം ഉണ്ടാക്കാം. പച്ചയായി ചോപ്പായി ഇനി അടുത്ത് വെള്ളം തീനി കൂട്ടാം. വരെ പരത്തി കഴിഞ്ഞിട്ട് തീ കൂട്ടാം. ചെറുട്ടൻ പുള്ളിക്കുത്ത് ആരംഭിച്ചു. സ്വല്പം കൂടി തീ കൂട്ടാണ്. ഇവിടെ എല്ലാ ദിവസവും ഇങ്ങനെ 3 കളറ് ദോശയും 2 കളറ് മസാല കറി ഒന്നും ഉണ്ടാക്കില്ല കേട്ടാ. ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വെള്ള മാത്രം, അല്ലെങ്കിൽ പിങ്ക് മാത്രം, അല്ലെങ്കിൽ പച്ച മാത്രം, അങ്ങനെ. പിന്നെ ഇനി ഒരു ഊത്തപ്പം കൂടി ചെറുട്ടൻ്റെ സ്പെഷ്യൽ ഊത്തപ്പം കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഈ സെയിം മാവ് കൊണ്ട് തന്നെ, വെള്ള മാവ് കൊണ്ട്. ശനിയാഴ്ച ഇഡ്ഡലി ഉണ്ടാക്കും, ഞായറാഴ്ച മസാല ദോശ ഉണ്ടാക്കും. അതാണ് സിസ്റ്റം. നെയ് റോസ്റ്റ് ഇവിടെ തന്നെ ഉണ്ടാക്കണ നെയ്യായ കാരണം കൊണ്ട് ഈ കളർ അല്ലേ. വീട്ടിൽ തന്നെ ഉണ്ടാക്കണ നെയ്യായ കാരണം കാലാകാലായിട്ട് ഉണ്ടാക്കുന്നത് തന്നെ നെയ്യ്. പാല് മേടിക്കുമ്പോ എൻ്റെ എടുത്തിട്ട് സീമ ചേച്ചി ഇതേപോലെ സീമ ചേച്ചി ചെയ്യണ പോലെ പാടം നേരെ ചേച്ചി നെയ്യൊക്കെ ചെയ്യാ. അതേ തൈരൊഴിച്ചു നല്ല പാലാവണോട്ടാ, നല്ല നെയ്യ് അധികം കിട്ടുള്ളൂ. വെറുതെ ബീട്രൂട്ടും പിന്നെ ഈ ഇലകൾ അരച്ച് ചേർക്കുമ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദോശമാവിന്റെ കട്ടി ലൂസാക്കിയതിന് ശേഷം ഇത് അരച്ച് ചേർക്കരുത്. ബീട്രൂട്ട് അരച്ച് ചേർക്കുമ്പോൾ ബീട്രൂട്ടിലത്തെ വെള്ളം കൂടി ചേരുമ്പോൾ അത് ഭയങ്കര ലൂസാവും. അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ നമ്മുടെ ഈ മാവൊക്കെ ഇത്തിരി ലൂസ് കൂടുതലായതുകൊണ്ടാണ് അത് മറച്ചിടുമ്പോൾ ഒത്തിരി പൊട്ടി. അപ്പോൾ ഇഡ്ഡലി മാവിൻ്റെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇഡ്ഡലി മാവിൻ്റെ ആ കൺസിസ്റ്റൻസിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ബീട്രൂട്ട് അരച്ച് ചേർക്കണം. അപ്പോൾ കറക്റ്റ്. ഇതൊക്കെ കളറാണ്, മറ്റേ കളറല്ലേ ചോപ്പ് ചോപ്പ് മസാല ദോശയ്ക്ക് ആ കളറല്ലേ. വെള്ള മസാല ദോശയിൽ ഇടുന്നത് ചുമപ്പ് കറിയാണ് കേട്ടാ. ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും തോന്നുന്നു കണ്ടിട്ട്. ഈ മസാല കറി ഇത് കാണാൻ തന്നെ ഭയങ്കര ഗ്ലാമർ. കുറയ്ക്കണം.
അല്ല അതിൽ ഊത്തപ്പം എടുക്കാം. അതല്ല ദോശ തണുത്ത് കഴിഞ്ഞ ഒരു രസം ഉണ്ടാക്കിയേ. ഇനി നെയ്യാക്കണമല്ലേ. ആ മസാല ദോശ തണുത്ത് കഴിഞ്ഞ ഒരു രസം ഉണ്ടാവില്ലേ? ഞാൻ അടുത്ത് ഊത്തപ്പാട്ട ഒരു 4 ഉണ്ടാക്കിക്കോ പ്രിയ ഒറ്റടിക്ക് ചെറുത് മതി. ഊത്തപ്പം തേ ചേച്ചി സാധാരണ മാവ് തന്നെ കോരി ഒഴിക്കുന്നു. കട്ടിയില് ചെറുതായിട്ടൊന്ന് പരത്തുന്നു. ബീട്രൂട്ട് ഏയ് ക്യാരറ്റ് അല്ല ക്യാരറ്റ് ബീട്രൂട്ട് ക്യാരറ്റ് ഇടുന്നു. സബോള കൊത്തിയരിഞ്ഞത് ഇടുന്നു. ക്യാപ്സിക്കം ഇടുന്നു. പച്ചമുളക് ഇടില്ലേ? എന്ത് പച്ചമുളക് ഇടില്ല. വേറെ ഒന്നുമില്ലല്ലേ? പച്ചമുളകൊന്നും ഇടില്ലേ, കാരണം എരിവുള്ള സാധനങ്ങളൊക്കെ വേറെ ഉണ്ടല്ലോ. സ്വീറ്റ് കോൺ അതൊരു ഇതൊക്കെ തിന്ന് കഴിച്ചു. ജഗ്ഗു പറഞ്ഞ പിസ്സ പോലെ തോന്നുന്നു. ഇനി ഇതേ പൂക്കളിടണ പോലെയാണ് കേട്ടാ ചെറുതായിട്ട് ചെയ്യണത്. അതന്നെ ഓണല്ലേ. ബീട്രൂട്ട് ചെറിയതിരുന്നു ഇനിയുള്ളതാണ് അടിപൊളി സാധനം. അത് ഞങ്ങളെ ശരിക്കും പൂക്കളായി ശംഖുപുഷ്പത്തിന്റെ അതിള് ദേവിക്കണു. ഇത് ചെറിയേട്ടൻ ഇപ്പൊ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിട്ട് ചെയ്യണല്ലാട്ടാ. ചെറിയേട്ടൻ ഇവിടെ ചെയ്തിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ട് നമ്മൾ കാണാം ഇങ്ങനത്തെ ശംഖുപുഷ്പം കൊണ്ടുള്ള ഊത്തപ്പം. അല്ല ഞങ്ങളിവിടെ 3 പേരുള്ള 3 ഊത്തപ്പം ഉണ്ടാക്കണ്ടോ? അതിങ്ങനെ ഭയങ്കര ഹെൽത്തിയാണ്. നല്ല ഹെൽത്തി. പിന്നെ ചേർത്തേണ്ട സാധനങ്ങളൊക്കെ എന്തോരം ഗുണഗണങ്ങളുള്ളതെന്നറിയോ? വെക്കണ്ടതായിരുന്നു അല്ലേ? സ്ഥിതിക്ക് ചെറിയ വട്ടങ്ങൾ മുഴുവനാക്കായിരുന്നു. അല്ല കരിഞ്ഞു പോവും, അടി കരിഞ്ഞ്. അതുകൊണ്ടാണ് തൊടാൻ പറ്റില്ല ഇവിടെ ചൂടുകൊണ്ട്. തീ കുറയ്ക്ക് ചേട്ടാ. ചൂടണേ. ആ അടുത്ത പ്രാവശ്യം അതാണ് അടി സെന്റർ ഭയങ്കര ചൂടാവ്. കരിഞ്ഞു കഴിഞ്ഞ ഭംഗി പോയി. അത്യാവശ്യം നല്ല രീതിയിൽ നെയ്യ് അടിയിലേക്കും മുകളിലും ഒക്കെ ആക്കി അടി കരിഞ്ഞ കനുള്ള പാകത്തിനുള്ള തീ നേരെ അതിന് ഈ കരിച്ചിലിന്റെ കണ്ടാ ഭംഗി പോവാ. ആ ഭംഗിയല്ല ടേസ്റ്റ് പോവല്ലേ. ഏത് സാധനം ഓംലെറ്റ് പോലും കരിയാൻ പാടില്ല. പിന്നെ ഒരു കാര്യം ചെയ്ത് തിന്നിട്ട് മുട്ട മറ്റേ ആ ദോശയില്ലേ ചൂടായ കാരണം അല്ലെങ്കിൽ നമുക്ക് ആ കളറിൽ ഇങ്ങനെ കറക്റ്റ് എടുക്കും. നോക്കിയേ എന്തെല്ലാം സാധനങ്ങളാണെന്ന് നോക്കൂ. ഈ സാധാരണ ദോശൻ്റെ ആർക്ക് വേണ്ടെങ്കിൽ കഴിച്ചോട്ടെ ആരെങ്കിലൊക്കെ. സാമ്പാറ് പിന്നെ ഇതേ ചേച്ചി മറ്റേത് അരച്ചു കൊണ്ടുവന്ന ചമ്മന്തി അവര് ഇനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളപ്പോൾ ഇതിന് ചൂടാറുമ്പോൾ ചേട്ടൻ പറയണ ചൂടാറ് കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളില്ലാണ്. ആദ്യം പച്ചദോശ. ചമ്മന്തി ഭയങ്കര എരിവാ. എനിക്ക് സാമ്പാർ വേണ്ട. എല്ലാത്തിലും ഒഴിക്കണ്ട ചേട്ടാ. ആവശ്യമുള്ള ഒഴിച്ചാൽ മതി. ഞാൻ മസാല കറി നോക്കട്ടെ ചേട്ടാ. നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ്. മസാലക്കറിക്ക് ചെറിയൊരു മധുരം ഉണ്ട്. എന്താന്ന് വെച്ചാ മധുരക്കിഴങ്ങും മത്തങ്ങയാണ് ഇതില്, ഉരുളക്കിഴങ്ങല്ല. അതിൻ്റെ ഒരു മധുരം, പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉള്ളൊരു മധുരം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചെറിയേട്ടാ. ചെറിയേട്ടൻ്റെ കണ്ടുപിടുത്ത അടിപൊളി. ഇനി ഇതിലിട്ട് നോക്കട്ടെ ചുമപ്പ് കളറിലുള്ള ഇതെങ്ങനെയുണ്ട് നോട്ടേട്ടാ. ചുമപ്പ് കളറിലുള്ള മസാല കറി എങ്ങനെയുണ്ട് നോട്ടേട്ടാ. അയ്യോ ചമ്മന്തി എങ്ങനെയുണ്ട് നോട്ടേട്ടാ. ചേച്ചി ഉണ്ടാക്കിയ ചമ്മന്തി നല്ല ചമ്മന്തിയാ. കണ്ട ഇങ്ങനെ കഴിക്കുമ്പോ പച്ചക്കറി ആ ചൂടിന്റെ പ്രശ്നം കാരണേ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ചേട്ടാ നമ്മൾ വന്നപ്പോൾ തന്നെ ശംഖുപുഷ്പിട്ടിട്ടുള്ള വെള്ളം തന്നു. ഇപ്പതേ ശംഖുപുഷ്പിട്ടിട്ടുള്ള ഊത്തപ്പം. ചൂടിന്റെ പ്രശ്നം കാരണല്ലേ ഇത് വെള്ള കളറായിട്ടിരിക്കേ. ഒക്കെ കണ്ട അടി ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ഞാൻ നല്ലൊരു മസാല ദോശ ഉണ്ടാക്കി കൊണ്ട് കേട്ടോ, നല്ല കളറായിട്ട്. ആയിരിക്കും ഇതിനാ ഞാൻ എന്തായാലും ഒന്നും തന്നെ അവിടുന്ന് ഇവിടുന്ന് 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 നിനക്കുള്ള അവിടെ ഉണ്ട് കേട്ടോ.
ഞാൻ ഇവൻ തിന്നില്ല സൂപ്പർ. ഊത്തപ്പം സൂപ്പർ സാധനം കേട്ടോ. ഭയങ്കര വെറൈറ്റി ടേസ്റ്റ്. ഈ കോൺ പിന്നെ ഇതൊക്കെ വരുമ്പോഴേ എല്ലാം വരുമ്പോൾ എന്താ പറയാ, ക്യാപ്സിക്കം ഒക്കെ വരുമ്പോഴത്തെ എന്തൊരു മാറ്റാ. ഇത് കഴിക്കില്ലേ, ഊത്തപ്പം കഴിക്കില്ലേ? കഴിഞ്ഞു, ഊത്തപ്പം കഴിഞ്ഞു. ഊത്തപ്പം ഉണ്ടാക്കണ എവിടെ വേണ്ട കേട്ടോ. എനിക്കിനൊന്നും വേണ്ട, എൻ്റെ വയറ് നിറഞ്ഞു. ജഗ്ഗുവിന് എന്നിട്ട് വേണ്ടേ? ഞങ്ങളെല്ലാം വെടുപ്പാക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഒരു കാര്യം പറയാൻ മറന്നു, ഈ ദോശമാവ് സാധാരണ നമ്മൾ അരി ഉഴുന്ന് അരച്ചിട്ടുള്ളതല്ലോ, മറ്റേ മില്ലറ്റ്. അതെ, ഏതരിയാ? തവിടുള്ള അരിയാണോ? ആ, അതുകൊണ്ടാണ് ഈ കളറ്, വെള്ള കളറില്ലാത്ത. മറ്റേ റെഡ് ബ്ലാക്ക് റൈസ് ഉണ്ട്. ആ, ബ്ലാക്ക് റൈസും പിന്നെ പച്ചരിയും ഉഴുന്ന് അരച്ചതാ അല്ലേ? ആ, ഒരു പിടി അവിലും അത് ചേർത്ത് അരച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം എങ്ങനെയാ എൻ്റെ പ്രപ്പോർഷൻ? എന്തോരം ഇതെടുത്തേ? ഒരു ഗ്ലാസ് അരി, ആ, ഒരു അര ഗ്ലാസ് മറ്റേ ബ്ലാക്ക് റൈസ്, ബ്ലാക്ക് റൈസ് ഇല്ല, അത് കൊണ്ടെടുത്തിട്ടുള്ളൂ. അര ഗ്ലാസ് അവില്, പിന്നെ 3/4 ഗ്ലാസ് ഉഴുന്ന്, ഒരു പിടി ബ്ലാക്ക് റൈസ്, ഇത്രയും ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ളതാണ് മാവാണ് കേട്ടോ. അപ്പം ചെറിയണ്ട വെറൈറ്റി ദോശ കണ്ടു. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറമ്പിലുള്ള ഇലകളൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ ചെയ്യാം. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നേ, എന്തൊരു ടേസ്റ്റാ. ചെറിയ ഒരു വിഷമം, കാണാൻ ഭംഗി കുറഞ്ഞു ദോശ. കാരണം നമ്മുടെ അടുപ്പല്ലേ, നമ്മുടെ അടുപ്പിൽ തീ ഭയങ്കര കൂടുതൽ വന്നിട്ടേ അപ്പം അടിഭാഗത്തിൽ കരിഞ്ഞിട്ട് ഇതിങ്ങനെ ഇങ്ങനെ കൂമ്പി നിൽക്കണ പോലെയാണ് എൻ്റെ അടുപ്പ്. മറ്റേന്ന് പറഞ്ഞ് ഇത്തിരി മണി വിരിഞ്ഞ് തീ വരും. അപ്പോൾ അവര് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടില്ലേ, കാരണം ജഗ്ഗുവിന് ദോശ പെട്ടെന്നൊന്നും മതിയാവില്ലേ. വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ജഗ്ഗുവിന് ദോശ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ സമയം നിൽക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളെല്ലാവരും അവൻ കഴിക്കാതിരിക്കുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ദോശ ഉണ്ടാക്കാം കേട്ടോ. അതെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.